നെക്സ്റ്റ് വരുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ടു ലൈറ്റ് ന്യൂക്ലിയൈ മെർജ് ടു ഫോം എ സിംഗിൾ ഹെവിയർ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് രണ്ടും കൂടെ ചേർന്ന് ഒരു ഒറ്റയ്ക്കുള്ള നല്ല ഹെവിയർ ന്യൂക്ലിയൈ ആയി മാറുന്നതിന്, അല്ലെങ്കിൽ ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാം. ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണം ഒരെണ്ണമായിട്ട് മാറുക, രണ്ട് ചെറിയ ലൈറ്റർ പാർട്ടിക്കിൾസ് രണ്ടും കൂടെ ചേർന്ന് ഒരു സിംഗിൾ ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷന്റെ കേസിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് യുറാനിയം ആണ്. അപ്പോൾ യുറാനിയം ബോംബാർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ യുറാനിയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയൊരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ചെറുതായിട്ട് മാറുക, അതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയാം. നമ്മൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് രണ്ടും കൂടെ ഒരെണ്ണം ആവണതും, ഫിഷൻ എന്ന് പറഞ്ഞത് ഒരെണ്ണം രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവണതുമാണ്. അത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സെവറൽ ന്യൂട്രോൺസ് ആർ എമിറ്റഡ് ഇൻ ദ ഫിഷൻ പ്രോസസ് വിച്ച് ക്യാൻ കോസ് ഫർദർ ഫിഷൻ ദർ ബൈ പ്രൊഡ്യൂസിങ് എ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഒരു ചെയിൻ റിയാക്ഷൻ വെച്ചിട്ടായിരിക്കും. The fission process is similar to the oscillations of a liquid drop as shown in figure below. അപ്പോൾ ഞാനിവിടെ ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഒരു ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ഒരു വലിയ ഒരു റൗണ്ട് ഉള്ള സംഭവം ആദ്യം ഒന്ന് ഓവൽ ആവുന്നു, പിന്നെ ഒരു എഗ് ഷേപ്പിലായിട്ട് മാറുന്നു, അതിൽ നിന്നാണ് അത് സ്പ്ലിറ്റ് ആവുന്നത്, രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവണത്. അതൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ, ദ ഫിഷൻ ഓഫ് യുറാനിയം പ്രൊഡ്യൂസസ് 3 സെക്കൻഡറി ന്യൂട്രോൺസ്. അപ്പോൾ ഒരു ഫിഷൻ നടക്കുമ്പോൾ യുറാനിയം 3 സെക്കൻഡറി ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 3 secondary neutrons produces in the reaction may bring about the fission of 3 more uranium nuclei and produce 9 neutrons. ആ ഒരു 3 അപ്പോൾ ഒരു യുറാനിയം ഫിഷൻ വഴി 3 സെക്കൻഡറി ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇത് 3 എണ്ണമായിട്ട് മാറിയില്ലേ. ഇതിൽ നിന്ന് വീണ്ടും ഫ്യൂഷൻ നടന്നിട്ട് അതിൽ നിന്ന് ഓരോന്നീന്നും 3 എണ്ണം വെച്ചിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ മൊത്തം 9 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് യുറാനിയം ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. Thus, a continuous reaction called a nuclear chain reaction would start and a huge amount of energy will be released in a short time. അപ്പോൾ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ കുറേ അധികം ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ വഴി കുറേ അധികം എനർജി ഇവിടെ റിലീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. We can have a control over this reaction. The energy released can be utilized for peaceful purposes. This led to the construction of nuclear reactor or nuclear pile. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ പൈൽ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണതിൽ നടക്കണ ഒരു കാര്യം ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആണ്. ഇതിൻ്റെ ഫിഗർ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊടുത്തിട്ട് പിന്നെയാണ് നമുക്ക് യുറാനിയം കൊടുത്തിരിക്കുന്നത്. ഈ യുറാനിയത്തിൽ നിന്ന് 3 സെക്കൻഡറി ന്യൂട്രോൺസ് ഉണ്ടായി. അതിൽ വീണ്ടും ഫ്യൂഷൻ നടന്നിട്ട് വീണ്ടും 3 എണ്ണം വെച്ച് ഓരോന്നിലുണ്ടായി. അങ്ങനെ ടോട്ടൽ 9 എണ്ണം. ഇനി അടുത്തത് ഈ ഒരു ടോട്ടൽ 9 എണ്ണത്തിൽ നിന്ന് വീണ്ടും 3 എണ്ണം വെച്ചിട്ട് അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരും. അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയി മാറുന്നതാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് തെർമൽ ന്യൂട്രോൺസ്. തെർമൽ ന്യൂട്രോൺസ് ആർ ലോ എനർജി ന്യൂട്രോൺസ് ഓർ സ്ലോ മൂവിങ് ന്യൂട്രോൺസ്. അപ്പോൾ ഈ തെർമൽ ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ലോ എനർജി കുറവായ ന്യൂട്രോൺസ് അല്ലെങ്കിൽ സ്ലോ മൂവിങ് ന്യൂട്രോൺസ്, പതുക്കെ മൂവ് ചെയ്യുന്ന ന്യൂട്രോൺസ് എന്നാണ് പറയുക. ദെയർ എനർജി ഈക്വൽ ടു 1/40 eV. അപ്പോൾ അവരുടെ എനർജിയുടെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് തെർമൽ ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 1.2 km/s. അപ്പോൾ ഇവരുടെ ആ ഒരു വെലോസിറ്റി, ആ ഒരു സ്പീഡ് എന്നത് പറയുന്നത് 1.2 km/s എന്നാണ് പറയുന്നത്. which corresponds to the velocity of random motion of atoms and molecules in a gas at room temperature. ഇതെന്ന് പറയുന്നത് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾ, അതിൻ്റെ അകത്തുള്ള ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ റാൻഡംലി പെട്ടെന്ന് പോവില്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ തെർമൽ ന്യൂട്രോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ക്രിട്ടിക്കൽ സൈസ്.
This is possible if the size of uranium block is greater than a certain critical value called critical size. ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ടാവും, അതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ യുറാനിയം ബ്ലോക്ക്, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലാണ്, അതിനൊക്കെയാണ് ക്രിട്ടിക്കൽ സൈസ് എന്നതുകൊണ്ട് പറയുന്നത്. If K equal to 1, the chain reaction will be steady. The size of the fissionable material used is said to be critical size and its mass the critical mass. അപ്പോൾ ഒരു K equal to 1, K എന്ന് പറയുന്നത് rate of production of neutrons divided by rate of loss of neutrons ആണ്. അപ്പോൾ K equal to 1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചെയിൻ റിയാക്ഷൻ സ്റ്റഡി ആയിരിക്കും. ഇതിൽ ക്രിട്ടിക്കൽ സൈസ്, അതുപോലെ ഇതിൻ്റെ സൈസ് ക്രിട്ടിക്കൽ സൈസ്, അതുപോലെ ഇതിൻ്റെ മാസിനെ പറയുന്നത് ക്രിട്ടിക്കൽ മാസ് എന്നാണ് പറയുന്നത്. പിന്നെ K 1-നേക്കാളും വലുത്, K 1-നേക്കാളും വലുതാവുമ്പോൾ ചെയിൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് എ ഫാസ്റ്റ് റേറ്റ് റിസൾട്ടിങ് ഇൻ എക്സ്പ്ലോഷൻ. ദ സൈസ് ഓഫ് മെറ്റീരിയൽ ഇൻ ദി കേസ് ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ. അപ്പോൾ K എന്ന് പറയുന്നത് 1-നേക്കാളും വലിയൊരു വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സൂപ്പർ ക്രിട്ടിക്കൽ. ഇനി K എന്ന് പറയുന്നത് കുറവ്, 1-നേക്കാളും കുറവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ് ക്രിട്ടിക്കൽ എന്നാണ് പറയുക. അപ്പോൾ K ഈക്വൽ ടു 1 ആണെങ്കിൽ ക്രിട്ടിക്കൽ മാസ്, അതുപോലെ K 1-നേക്കാളും വലുതാണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ, K 1-നേക്കാളും ചെറുതാണെങ്കിൽ സബ് ക്രിട്ടിക്കൽ. പിന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ കാര്യത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, അത് ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങളത് ജസ്റ്റ് നോക്കുക. പിന്നെ എന്താണ് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ? ഹൈ ടെമ്പറേച്ചർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഫസ്റ്റ് ഇൻഡ്യൂസിങ് എ ഫിഷൻ ഇവൻറ്റ്. അപ്പോൾ ആദ്യമായിട്ടൊരു ഫിഷൻ ഇവൻറ്റ് നടക്കുമ്പോൾ അവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ ആണ്, അതിനെ പറയുന്നതാണ് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന്. ചിലപ്പോൾ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് എ സിസ്റ്റം ഡിസൈൻഡ് ടു കൺട്രോൾ ദ ഫിഷൻ ചെയിൻ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് ഫിഷൻ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൺസേണിങ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഫ്യൂവൽ. ദിസ് ഈസ് ദ ഫിഷനബിൾ മെറ്റീരിയൽ. കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസ് ആർ യുറാനിയം, എൻറിച്ച്ഡ് ഇൻ യുറാനിയം ആൻഡ് പ്ലൂട്ടോണിയം. പിന്നെ രണ്ടാമത്തെ വന്നിരിക്കുന്നതാണ് മോഡറേറ്റർ, മൂന്നാമത്തേതാണ് കൂളൻറ്റ്, പിന്നെ കൺട്രോൾ റോഡ്സ്, ഷീൽഡ്. ഇതൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആയിട്ട് ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ഇനി യൂസസ് എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് വിച്ച് ഇൻ ടേൺ ആർ യൂസ്ഡ് ഇൻ മെഡിസിൻ, ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? മെഡിസിൻ, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ആ ഒരു ഫീൽഡിലോട്ടൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് പവർ ജനറേഷൻ. ഇപ്പോൾ ഇലക്ട്രിക് പവർ ജനറേഷനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊപ്പൽഷൻ ഓഫ് ഷിപ്സ്, സബ്മറൈൻസ് ആൻഡ് എയർക്രാഫ്റ്റ്. അപ്പോൾ ഷിപ്പ്, സബ്മറൈൻസ്, അതുപോലെ എയർക്രാഫ്റ്റ്, ഇതിൻ്റെ കാര്യങ്ങളുടെയൊക്കെ പ്രൊപ്പൽഷന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഫാസ്റ്റ് ന്യൂട്രോൺസ്. അപ്പോൾ ഫാസ്റ്റ് ന്യൂട്രോൺസിനുള്ള ഒരു സോഴ്സായിട്ടും ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് തെർമൽ ആൻഡ് ബ്രീഡർ reactors. In thermal reactors, fission is produced by slow neutrons or thermal neutrons, whereas in breeder reactors, fast neutrons used. തെർമൽ റിയാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ സ്ലോ ന്യൂട്രോൺസ് അല്ലെങ്കിൽ തെർമൽ ന്യൂട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രീഡർ റിയാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫാസ്റ്റ് ന്യൂട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചെറുതായിട്ടൊരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂക്ലിയർ ബോംബ്. ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ എക്സ്പെരിമെൻറ്റ്സ് ഓൺ സ്പ്ലിറ്റിംഗ് ഓഫ് ഹെവിയർ ന്യൂക്ലിയൈ ഇൻ ടു ലൈറ്റർ വൺസ് റിലീസ് ഓഫ് large amount of energy discovered by Otto Hahn and Strassmann for the first time led Enrico Fermi to discover chain reaction. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഹെവിയർ ന്യൂക്ലിയൈ ഇൻ ടു ലൈറ്റർ വൺസ്, ഒരു വലിയൊരു ന്യൂക്ലിയൈനെ ചെറിയ ന്യൂക്ലിയൈക്ക് മാറ്റുന്നതാണ് ന്യൂക്ലിയർ ബോംബിൽ നടക്കുന്ന ഒരു കാര്യം. While setting up the experiment, Fermi's intention was not to produce power but to show that nuclear chain reaction can be controlled. അപ്പോൾ ഇതിലൂടെ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
The structure he built alternated layers of uranium and graphite, uranium to promote the reaction and graphite to slow the neutrons. ഇതിൽ നമ്മുടെ ഈ സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സംഭവത്തിൻ്റെ സ്ട്രക്ചറാണ്. യുറാനിയം ഗ്രാഫൈറ്റുമാണ് ആൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യുറാനിയം എന്തിനായിരുന്നു? റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യാനും, ഗ്രാഫൈറ്റ് യൂസ് ചെയ്തത് ന്യൂട്രോൺസിനെ സ്ലോ ആക്കാനും വേണ്ടിയിട്ടായിരുന്നു. He used 6 tons of uranium, 50 tons of uranium oxide and 400 tons of graphite blocks. അപ്പോൾ 6 ടണ്ണ് യുറാനിയം, പിന്നെ 50 ടണ്ണ് യുറാനിയം ഓക്സൈഡ്, പിന്നെ 400 ടണ്ണ് ഗ്രാഫൈറ്റ് ബ്ലോക്സ് ഒക്കെ ആയിരുന്നു സയൻറ്റിസ്റ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാഡ്മിയം റോഡ്സ് ബ്ലോക്കഡ് ദ റിയാക്ഷൻ ഫ്രം ടേക്കിംഗ് പ്ലേസ് അൺടിൽ എവരിതിങ് വാസ് ഇൻ പ്ലേസ്. വെൻ കൺട്രോൾ റോഡ് slipped out of the pile, the chain reaction began. The unstable uranium-235 nuclei were split by the neutrons. അങ്ങനെ അവിടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള യുറാനിയം 235 എന്താണ് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തത്, ന്യൂട്രോൺസിലോട്ട് സ്പ്ലിറ്റായി. Disintegration of the split atoms produced streams of more neutrons, which in turn shot out of the uranium block into graphite, which slowed them, and then into the next block, where they split more uranium-235 nuclei. Heat increased as the reaction continued. The atomic age had begun with this discovery, and path for the Manhattan Project was clear. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയർ ന്യൂക്ലിയസിനൊക്കെ എന്താണ് ഒരു ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറ്റുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് കാര്യം. അപ്പോൾ അത് ഇവിടെ കണ്ടുപിടിച്ചതാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് യുറാനിയം ഗ്രാഫൈറ്റുമാണ്. യുറാനിയം നമ്മളുടെ ഈ ഒരു റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യാനും ഗ്രാഫൈറ്റ് അതിനെ സ്ലോ പ്രോസസ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ന്യൂക്ലിയർ ബോംബ് അതിൽ എഴുതി വയ്ക്കേണ്ടത്. ഇതിൻ്റെ ഒരു ബാക്കിയാണ് ദ മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഫാറ്റ് മാൻ ഇംപ്ലോഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നാഗസാക്കി, അതുപോലെ എന്താണ് ഹിരോഷിമ, അവിടെയൊക്കെ നമ്മൾ ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് അതിൻ്റെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുമ്പോൾ അന്ന് ഫാറ്റ് മാൻ ആ ഒരു സംഭവം അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്യൂഷൻ ആണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ദി മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അന്ന് അവിടുത്തെ US ഗവൺമെൻറ് ടോപ്പായിട്ടുള്ള സയൻറ്റിസ്റ്റിനൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഈ ഒരു ഫാറ്റ് മാൻ അതുപോലെ ലിറ്റിൽ ബോയ് എന്നുള്ള ബോംബൊക്കെ ഉണ്ടാക്കാനായിട്ട് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ അവർ ജൂലൈ 1945 ആ ഒരു ടൈമിൽ ഇവർ 4 ബോംബൊക്കെ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ജൂലൈ 16 ഇവരെന്ത് ചെയ്തു, ഒരു ബോംബ് ഫാറ്റ് മാൻ എന്ന് പറഞ്ഞ ഈ ബോംബ് ഉണ്ടല്ലോ, ഒരു അലമോഗോഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ന്യൂ മെക്സിക്കോ അവിടെ ആണ് ഇവരിത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തതൊക്കെ. പിന്നെ അതേപോലെ ഇവർ ഫസ്റ്റ് ആറ്റോമിക് ബോംബ് എക്സ്പ്ലോർ ചെയ്തത് ഒരു ഡെസേർട്ടിൻ്റെ മേലെയായിരുന്നു. അങ്ങനെ പിന്നെ ഓഗസ്റ്റ് 6 നമ്മളെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ബോംബ് കൊണ്ടിടുന്നു. പിന്നെ അവിടെ കുറേ ആൾക്കാർ മരിക്കുന്നു. അങ്ങനെ ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ വരെ ഈ ഒരു ബോംബിൻ്റെ ആഘാതമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ അവിടെ നാഗസാക്കിയിൽ കൊണ്ടിടുന്നു. അതുപോലെ ഒരു 40,000 പേരൊക്കെ മരിക്കുക. അതുപോലെ ആ ഒരു സിറ്റി മൊത്തത്തിൽ തന്നെ നശിച്ചു പോവുക. പിന്നെ ഹിരോഷിമയിൽ കൊന്നിട്ട് 1,40,000 അതിൻ്റെ അടുത്ത ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഇഞ്ചർ ആയിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലമായിട്ട് അടുത്തൊരു 5 വർഷക്കാലത്തോളം ഒരു 5 ഇയേഴ്സ് അതിൽ ഒരു 1000കണക്കിന് ആൾക്കാർക്ക് ഈ ഒരു റേഡിയേഷൻ പോയ്സണിങ്, അതുപോലെ പിന്നെ അവിടെ ഉണ്ടാവുന്ന പിള്ളേർക്കൊക്കെ കുറേ മാറ്റങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ. അപ്പം അതൊക്കെയാണ് ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് കുറേ അവർ വാരി വലിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞെന്നുള്ളൂ. പിന്നെ വരുന്നതാണ് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നത് ഡ്യൂട്രോണും അതുപോലെ ട്രിഷിയും അതിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെ വെച്ചിട്ടാണ് ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് ട്രിഷിയം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും.
Hydrogen bomb uses the tremendous burst of heat from an exploding fission bomb to trigger the fusion process. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ ബോംബ്. ജസ്റ്റ് അതിൻ്റെ പറ്റി പറയുന്നുള്ളൂ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് ജസ്റ്റ് വായിച്ചു പോകാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ നോട്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് വായിച്ചു നോക്കാം. പിന്നെ വരുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ദ ഡീകേ ഓഫ് ദ ആറ്റോമിക് ന്യൂക്ലിയൈ വിത്ത് ദ എമിഷൻ ഓഫ് ഹീലിയം ന്യൂക്ലിയൈ ഓർ ഇലക്ട്രോൺസ് ആൻഡ് ഹൈ എനർജി ഫോട്ടോൺസ് ഈസ് കോൾഡ് റേഡിയോ ആക്ടിവിറ്റി. ഇപ്പോൾ ഡീകേ ഓഫ് ആറ്റോമിക് ന്യൂക്ലിയയുടെ ഡീകേ വിത്ത് എമിഷൻ ഓഫ് ഹീലിയം ന്യൂക്ലിയൈ, അതിൻ്റെ ഒപ്പം തന്നെ ഹീലിയം ന്യൂക്ലിയൈ എമിറ്റ് ചെയ്തു എമിഷൻ നടക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോൺസ്, ഹീലിയം ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എമിഷൻ, അതുപോലെ ഹൈ എനർജി ഫോട്ടോൺസ്, ഇതിനെയൊക്കെ കൂടെ പറയുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. ഇനി ഹീലിയം ന്യൂക്ലിയൈനെ പറയുന്നതാണ് ആൽഫ പാർട്ടിക്കിൾ, അതുപോലെ ഇലക്ട്രോൺസിനെ പറയുന്നതാണ് ബീറ്റ പാർട്ടിക്കിൾ, അതുപോലെ ഹൈ എനർജി ഫോട്ടോൺസിനെ പറയുന്നതാണ് ഗാമ പാർട്ടിക്കിൾ. അപ്പോൾ എന്തൊക്കെയാണ് ആൽഫ, ബീറ്റ, ഗാമ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നേച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി. The radioactivity exhibited by naturally occurring elements is called natural radioactivity. Radioactivity നേച്ചുറൽ ആയിട്ട് വരുന്ന ഒരു നേച്ചുറലി ഒക്കർ ചെയ്യുന്ന എലമെൻറ്റ്സ് വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നേച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയം, ആക്ടീനിയം, പൊളോണിയം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. Certain nuclei which are stable can be converted into unstable isotopes by bombarding them with fast moving particles. അപ്പോൾ ചില ന്യൂക്ലിയസിനൊക്കെ നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ചില ന്യൂക്ലിയസിനൊക്കെ നമുക്ക് അൺസ്റ്റേബിൾ ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അതിങ്ങനെയാണ്, ഭയങ്കര ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് കൊണ്ട് ഇടിച്ചിട്ടൊക്കെ നമുക്ക് അൺസ്റ്റേബിൾ ആക്കി മാറ്റാനായിട്ട് പറ്റും. The unstable isotopes so produced undergo radioactivity decay. അപ്പോൾ ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്സ് എന്താവും, റേഡിയോ ആക്ടിവിറ്റി ഡീകേ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ദ ഫിനോമിനൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ബൈ ആർട്ടിഫിഷ്യൽ മീൻസ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേ അത് ആർട്ടിഫിഷ്യലി ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. The phenomenon of artificial radioactivity that persists long after the bombardment with fast-moving particles ceases is called induced radioactivity. അപ്പോൾ എന്താണ് ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി അത് ഭയങ്കര ലോങ് ആയിട്ട് അത് ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുക, ഫാസ്റ്റ് മൂവിങ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുന്നത്, ഭയങ്കര ലോങ് ആയിട്ട് ചെയ്യുന്നത്, അതിനെയാണ് ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അൺസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് ഈസ് ദ മെയിൻ കോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു കാരണം എന്ന് പറയുന്നത് അൺസ്റ്റെബിലിറ്റി ആണ്. ഹയർ ആറ്റോമിക് നമ്പർ ഹാവ് ലോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഭയങ്കര വലിയൊരു ആറ്റോമിക് നമ്പർ ഉള്ള ന്യൂക്ലിയോൺസിനൊക്കെ എങ്ങനെയാണ്, ഭയങ്കര ലോ ബൈൻഡിങ് എനർജി ആയിരിക്കും. Presence of large number of protons in nucleus, the Coulomb repulsion is also stronger. അപ്പോൾ ലാർജ് പ്രോട്ടോൺസ് ഒക്കെ ഭയങ്കര ലാർജ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂളോംബ് റിപ്പൾഷൻ എന്തായിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പിന്നെ ആൽഫ, ബീറ്റ, ഗാമ റേസിനെ പറ്റിയാണ് പറയുന്നത്. The stream of alpha, beta and gamma particles are called alpha rays, beta rays and gamma rays respectively. The identification of the above-mentioned compounds of the nuclear radiation was experimentally carried out by Rutherford in 1898. അപ്പോൾ ഈ ഗാമ റേസ് അതുപോലെ ആൽഫ, ബീറ്റ റേസ് ഒക്കെ അത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആയിരുന്നു. He placed foils of increasing thickness between the radioactive source and the detector and measured the variation in the intensity of the radiation emerging out of the foils. അപ്പോൾ ആളിങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് one kind of radiation with least penetrating power was named alpha rays. The other kind with the comparatively larger power was beta rays. The last kind with the maximum penetrating power was called gamma rays. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പെനട്രേറ്റിംഗ് പവർ ഉള്ളത് ഏറ്റവും കുറവ് ലീസ്റ്റ് പെനട്രേറ്റിംഗ് പവർ ഉള്ളത് ആൽഫ റേ ആണ്. അതുപോലെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയും കൂടുതലുള്ളത് ബീറ്റ റേക്കാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഏറ്റവും മാക്സിമം പെനട്രേറ്റിംഗ് പവർ ഉള്ളത് ഗാമ റേക്കാണ്.
പിന്നെ ആൽഫ എന്ന് പറയുന്ന പോസിറ്റീവാണ്, ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അതുപോലെ ഗാമ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇതിൻ്റെ നേച്ചർ, ആൽഫ ബീറ്റ ഗാമ റേസിൻ്റെ നേച്ചർ നെക്സ്റ്റ് വരുന്നതുണ്ട്, അത് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. പിന്നെ വരുന്നതാണ് ആൽഫ റേസിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ബീറ്റ റേസിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഗാമ റേസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ആൽഫയുടെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ദേ കൺസിസ്റ്റ് ഓഫ് ഡബിൾ അയോണൈസ്ഡ് ഹീലിയം ആറ്റം. അപ്പോൾ 2 തവണ അയോണൈസ്ഡ് ഹീലിയം ആറ്റം ആണ് ആൽഫ റേസിൽ വരുന്നത്. ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിലും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിലും ആയിരിക്കും. Their velocity is about 10% of velocity of light. അപ്പോൾ ഇവരുടെ ആൽഫ റേസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റി ഇല്ലേ അതിൻ്റെ ഒരു 10% ഏകദേശം. Their penetrating power is very small. ഇവരുടെ ഒരു പെനിട്രേറ്റിംഗ് പവർ എന്ന് പറയുന്നത് ഭയങ്കര സ്മോൾ ആണ്. 1/100 ടൈംസ് ഡ്യൂ ടു ബീറ്റ റേസ്. ബീറ്റ റേസ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ 1/100 ടൈംസും, അതുപോലെ ഗാമ റേസ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ 1/10,000 ടൈംസ് ഒക്കെയാണ്. ദെയർ അയോണൈസിങ് പവർ ഇസ് വെരി ഹൈ. അവരുടെ അയോണൈസിങ് പവർ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ദേ എഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആൻഡ് കോസ് ഫ്ലോറോസിൻ ഇൻ സിങ്ക് സൾഫൈഡ്, ബാരിയം, പ്ലാറ്റിനോ സയനൈഡ് എക്സെട്ര. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽഫ റേസിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ബീറ്റ റേസ്. ദേ കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. അതിലുള്ളത് ഇലക്ട്രോൺസ് ആണ്. നമ്മൾ ആൽഫയിലുണ്ടായിരുന്നത് അയോണൈസ്ഡ് ഹീലിയം ആറ്റം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. ദേ ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 90% വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ 90% വെലോസിറ്റി ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. Their penetrating power is about 1000 times more than alpha particles. ആൽഫ പാർട്ടിക്കിൾസിനേക്കാളും ഒരു 1000 ടൈംസ് കൂടുതലാണ് ബീറ്റ റേസിൻ്റെ പെനട്രേറ്റിംഗ് പവർ. ഇവരുടെ അയോണൈസിങ് പവർ എന്ന് പറയുന്നത് ലോ ആണ്. 1/100 ടൈംസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആണ്. ദേ എഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആൻഡ് കോസ് ഫ്ലൂറോസിൻ ഇൻ സിങ്ക് സൾഫൈഡ് ആൻഡ് അതർ മെറ്റീരിയൽസ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗാമ റേസ്. ദേ ആർ ഫോട്ടോൺസ് ഓഫ് വെരി ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ദ ഓർഡർ 10⁻⁻11 മീറ്റർ ടു 10⁻⁻13 മീറ്റർ. അപ്പോൾ ഇവർ ഫോട്ടോൺസ് ആണ്, ഭയങ്കര ചെറിയ വേവ് ലെങ്ത് ആണ് ഇവർക്കുള്ളത്. ദേ ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ചിട്ട് ഇത് ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ദേ മൂവ് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇവർ മൂവ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഒരു സ്പീഡിൽ തന്നെയാണ്. Their penetrating power is about 100 times more than beta rays. അപ്പോൾ ബീറ്റ റേസിനേക്കാളും ഒരു 100 മടങ്ങ് അധികം സ്പീഡ് ഇവർക്കുണ്ട്. Their ionizing power is 1/100 times of beta rays. അപ്പോൾ ഇവർക്ക് അയോണൈസിങ് പവർ ലോ ആണ്. They affect photographic plate and cause fluorescence. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള റിവിഷൻ ശ്രീയിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കമൻ്റ് ഇട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാനതിന് ഉള്ള ഒരു ആൻസർ തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫിസിക്സ് നമ്മൾ കുറച്ച് സ്പീഡിലാണ് എടുത്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഭയങ്കര സ്ലോ ആയിട്ട് ലൈൻ ബൈ ലൈൻ ഇതിൻ്റെ മീനിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക്